വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവൻ കൈനീട്ടി അവളുടെ തലയിൽ തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. കാണാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാ ഒന്ന് കാണാൻ നേരത്തെ ഓടി വന്ന്. ഞാൻ അടുത്ത് വരുമ്പോഴും തൊടുമ്പോഴും നീ എന്തിനാ ഇങ്ങനെ കണ്ണു നിറക്കുന്നത്? ഇത്രയ്ക്ക് ഭയപ്പെടാൻ ഇതിന് മാത്രം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ ഞാൻ നിന്നോട്? ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ, എനിക്ക് നിന്നെ വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് നീ ഇത്രമാത്രം തളരുന്നത് എന്തിനാ? അതല്ല. സങ്കടം കൊണ്ട് അവൾക്ക് വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. ഞാൻ പോയേക്കാം, ഉറങ്ങിക്കോ, ഇങ്ങനെ കരയുന്ന കാണാൻ വയ്യ. അവൻ എഴുന്നേറ്റതും അവൾ എന്തോ തോന്നില്ല അവന്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ അപ്പ ഒരിക്കൽ പോലും എന്നെ ഇത്രയും കെയർ ചെയ്തിട്ടില്ല. എന്നോട് ഒരുപാട് സ്നേഹമാണ്, അതെനിക്കറിയാം. ആ മനസ്സ് നിറയെ എന്നോട് ചൈതന്യമുള്ള അതിയായ സ്നേഹമാണ്. പക്ഷെ ഒരിക്കൽ പോലും അത് പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മതിവരെയുള്ള അപ്പയുടെ സ്നേഹവും വാത്സല്യം അനുഭവിക്കാൻ. അത് പക്ഷെ ഇങ്ങനെ ഭയന്നുകൊണ്ടല്ല, ആംഗില ചിഞ്ചുവിനോട് പെരുമാറുകയും അവളെ കെയർ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പയോ അതുപോലെ ആയിരുന്നെങ്കിലെന്ന്. എനിക്ക് വയ്യാണ്ടാവുമ്പോൾ എന്നേക്കാളേറെ ആദ്യം പിടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഒരു തവണ പോലും എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്താ മോളെ നിനക്കൊന്ന് ചോദിക്കാറില്ല. എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നാൽ മതി, ഒന്ന് തലോടിയാൽ മതി. അതൊന്നും അപ്പ ചെയ്യുന്നില്ല. അമ്മ പറയാറുണ്ടേ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ വന്ന് അപ്പനെ തഴുകാറുണ്ടെന്ന്. അത് പക്ഷേ ഞാൻ ഉണർന്നിരിക്കുമ്പോഴായിരുന്നെങ്കിലോ ഞാൻ എത്ര സന്തോഷവതിയായനെ. അമിതമായ സ്നേഹവും സ്വാതന്ത്ര്യം അപ്പയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഞങ്ങൾ വഴിതെറ്റി പോകുമെന്ന് അപ്പ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അപ്പ ഞങ്ങളോട് ഇങ്ങനെ. അവന്റെ കണ്ണുകളിൽ വീണ്ടും അത്ഭുതം തിങ്ങി. അവൾ ഇത്രമാത്രം സംസാരിക്കുമോ എന്ന് അവൻ ചിന്തിച്ചു. ചിഞ്ചു പറഞ്ഞൊക്കെയും സത്യമാണ്. അവളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എല്ലാ അച്ഛൻ്റെ നല്ല മകളാവാൻ വേണ്ടി മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് അവൾ. പ്രണയത്തിനും സ്നേഹത്തിനും അപ്പുറം അവൻ അവളോട് അതിയായ വാത്സല്യവും ഇത്രയൊക്കെ കാര്യങ്ങൾ ഉള്ളിലുണ്ടായിട്ടും അതൊന്നും പുറമേ പറയാതെ അച്ഛനെ ഒരു അക്ഷരം പ്രതി അനുസരിക്കുകയും അച്ഛൻ്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന അവളോട് ഒത്തിരി ബഹുമാനവും തോന്നി അവന്. നിനക്ക് എങ്ങനെ ഇത്ര പാവാൻ കഴിയും ചന്ദ്ര? ഇന്നത്തെ കാലത്ത് നിന്നെപ്പോലുള്ള പെൺകുട്ടികളുണ്ടാവോ? ഇല്ല, എവിടെയും കാണാൻ കിട്ടില്ല. നിന്നെപ്പോലെ നീ മാത്രം. ദിവസം ചെല്ലുന്തോറും നിന്നുള്ള സ്നേഹം പ്രണയമൊക്കെ വർദ്ധിക്കാണല്ലോടി. അവൻ അവൾക്കരികിൽ തന്നെ ഇരുന്നു. പതിയെ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അതവൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഒരു പുരുഷനിൽ നിന്ന് ആദ്യമായി കിട്ടിയ ചുംബനം അതിൽ നിറയെ സ്നേഹവും കരുതലുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും ഉടലൊന്നാകെ വിറക്കുകയായിരുന്നു. താൻ തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണോ എന്ന തോന്നൽ അവളുടെ കണ്ണുകളെ വീണ്ടും കരകവിയാൻ പ്രേരിപ്പിച്ചു. നീ എന്താടി ഇങ്ങനെ? ഞാൻ ആദ്യമായിട്ട് തരുന്ന ഉമ്മയല്ലേ? അത് നിറവുംചിരിയോടെ സ്വീകരിക്കണതിന് പകരം കണ്ണു നിറച്ച് കിടക്കുന്നു. കണ്ണോടുകടി ഇല്ല, വീണ്ടും തെറിഞ്ഞ വേണോ? എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്, ഞാൻ ചീത്തയാകുന്ന പോലെ. അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. അത് കേട്ടവനെ ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കെ ചിരിച്ചു. അയ്യോ പതുക്കെ. പെട്ടെന്ന് അവൾ എണീറ്റ് അവന്റെ വായ മൂടി. അവന് നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ശേഷം തന്റെ ചുണ്ടിന് മേലിരിക്കുന്ന അവളുടെ കൈയിലേക്കും. അപ്പോൾ മാത്രമാണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം അവൾക്ക് വന്നു. വേഗത്തിൽ കൈ പിൻവലിച്ചു. ചന്ദനയല്ല, ചന്തു. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി വിളിച്ചു. അവളുടെ മിഴികൾ വിടർന്നു. എന്തോ ആദ്യമായി കേട്ട ഭാവം. ആ കണ്ണുകളിൽ എവിടെയോ പ്രണയമുള്ളതായി തോന്നിയവന്. സത്യം പറ ചന്ദന, നിന്റെ മേലിൽ ഇത്രയും നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഇതിനോട് എന്നെ പ്രണയിക്കായിരുന്നില്ലേ? അല്ല, പ്രണയിക്കാൻ തുടങ്ങുമായിരുന്നില്ലേ? ഇല്ല, അവൾ ഞെട്ടലോടെ പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. നിന്നെ മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് ഈ പേടിത്തൊണ്ടി സ്വഭാവമൊക്കെ മാറ്റി ഒരു ധൈര്യശാലി ആക്കണമെന്ന്. പക്ഷെ വേണ്ട, ഞാൻ ആദ്യമായിട്ട് കണ്ട ചന്ദൻ ഇങ്ങനെയായിരുന്നു. എനിക്ക് പ്രണയം തോന്നിയത് ഈ ചന്ദനയോടാണ്. ഇനിയൊരു പക്ഷെ ഞാൻ നിന്നെ മാറ്റിയെടുത്താൽ അത് ഞാൻ ഇഷ്ടപ്പെട്ട ചന്ദനല്ലാതെ മാറും. അത് വേണ്ട. ഈ നിന്നെ സ്നേഹിക്കാൻ തന്നെയാ രസം. ഞാൻ അടുത്ത് വരുമ്പോൾ വിയർക്കുകയും ഞാൻ ഒച്ച വെക്കുമ്പോൾ ഭയന്ന് വിറക്കുകയും ചെയ്യുന്ന നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. ഇനിയും നിന്നാൽ ഞാൻ നിന്നെ വല്ലതും ചെയ്തു. നീ കിടന്നു. വയ്യാത്ത നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. നിന്നെ കണ്ടില്ലെങ്കിലേ ഞാനിന്ന് ഉറങ്ങില്ലായിരുന്നു. ഇനിയിപ്പോൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ വേണ്ട, നീ ഉറങ്ങും. എന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഒന്നും മിണ്ടാത്ത തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ പിടിച്ച് അവൻ ബെഡിലേക്ക് കിടത്തി. കാലിന് താഴേക്ക് കിടക്കുന്ന പുതപ്പെടുത്ത് അവളെ നെഞ്ചോളം പുതപ്പിച്ചു. ഉറങ്ങും. അവൻ അതിയായ സ്നേഹത്തോടെ നെറുകിൽ തലോടി കൊടുത്തു. ആൾക്ക് അവനോട് പോവാൻ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒച്ചയെടുത്ത് പേടിപ്പിക്കുമോ എന്ന് കരുതി ഒന്നും മിണ്ടാക്കി കിടന്നു. അവൾ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. അവൻ കുസൃതിയായി കണ്ണടച്ച് ചിരിച്ചു കാണിച്ചു. അവൾക്കെന്തോ ആ ചിരി നേരിടാനായില്ല. കണ്ണുകൾ അടച്ചു. ഉള്ളിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. അച്ഛന്റെ മുഖമാണ് കൂടുതലായും കടന്നു വന്ന്. അതോടൊപ്പം ചിഞ്ചു മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടിയായി മനസ്സുവല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ചിന്തിച്ച് അസ്വസ്ഥപ്പെടാനായില്ല. അതിനു മുന്നേ വയറുവേദനയുടെ ആധിക്യത്തിലും അവന്റെ സ്നേഹപൂർണമായ തലോടലിലും അവൾ നിദ്രയെ പുൽകിയിരുന്നു. ചിഞ്ചു, മോളെ ചിഞ്ചു
എബ്രാം താഴെ നിന്ന് 2-3 വട്ടം വിളിച്ചു. മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ അയാൾ സ്റ്റെയർ ഇറങ്ങി ചിഞ്ചുവിന്റെ മുറിയിലേക്ക് കടന്നു വന്നു. പക്ഷെ അവളവിടെ കണ്ടില്ല. മുറിയിലെ TV ഓണായി കിടക്കുന്നു, ഫാൻ കറങ്ങുന്നു, ഉള്ള എല്ലാ ലൈറ്റ്സും തെളിഞ്ഞു കിടക്കുന്നു. എബ്രാം നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു. അയാൾ ഊഹിച്ച പോലെ അവളവിടെ ആട്ടുകെട്ടിൽ കണ്ണുകളടച്ച് ചാരി ഇരിപ്പായിരുന്നു. ആരാള്? സണ്ണിയനല്ലേ? എബ്രാം അവൾക്കരികിലായിട്ടിരുന്നു. അത് പപ്പ. അവൾ കണ്ണൂർന്ന് എബ്രാഹിമിനെ നോക്കി. ഇതുവരെ ഇല്ലാത്തൊരു പ്രോബ്ലം ആണല്ലോ ഇത്. എന്ന് തുടങ്ങി എന്നോട് കാര്യം പറയാൻ ഇങ്ങനെ മടിയും മുഖവരെയൊക്കെ? പപ്പ, എനിക്ക് അങ്ങനെ മടിയും മുഖവരെയൊന്നുമില്ല. എന്റെ പപ്പയല്ലേ, ഞാനെന്തിനാ മടിക്കുന്നു? അതിന് വേറെ ആളെ നോക്കണം. ഇത് അങ്ങനെയൊന്നല്ല പപ്പ. പറയാൻ മാത്രം ഒന്നും ആയില്ലെന്ന് തോന്നി. എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ മറുപടി എന്തെന്ന് അറിഞ്ഞതിന് ശേഷം പപ്പയോട് പറയാന്ന് കരുതിയിട്ടാ. പപ്പ, അതവനായിരുന്നു. ആ തിരുരൂപം സണ്ണിയായിരുന്നു പപ്പ. ഇനിയൊരുവട്ടം ഞാൻ കാണുമെന്ന് കരുതിയതല്ല. പക്ഷെ ആൾക്കൂട്ടത്തിലൊക്കെ ഞാൻ ആ മുഖം തിരയുകയായിരുന്നു. ഒടുക്കം കണ്ടു കിട്ടി. പക്ഷേ ഇപ്പം എനിക്ക് സന്തോഷിക്കാനാവുന്നില്ല പപ്പ. അതെന്താ മോളെ, നിന്റെ പ്രണയം അംഗീകരിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? അതിന് മാത്രം എന്താ എൻ്റെ മോൾക്കൊരു കുറവ്? എല്ലാം കൊണ്ടും നീ സണ്ണിയോട് ഒപ്പം നിൽക്കുന്നവൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ. അതൊന്നുമല്ല പപ്പ, ഞാനൊരു ശരണിന്റെ കാര്യം പറഞ്ഞില്ലേ പപ്പയോട്? ഉവ്, അവന് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ? നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് നീ തുറന്നു പറഞ്ഞല്ലേ? പിന്നെന്താ? അത് തന്നെയാ പ്രശ്നം. ആ മറ്റൊരാൾ സണ്ണിയല്ലേ? സണ്ണി ആരാന്നറിയ പപ്പിക്ക്? ശരണിന്റെ ഫ്രണ്ടാ. വേറൊരു സൗഹൃദമല്ല അവർക്കിടയിൽ. പരസ്പരം വല്ലാത്തൊരു അടുപ്പവും സ്നേഹമൊക്കെയാണ്. അത് ഞാൻ മനസ്സിലാക്കിയതാ. സണ്ണിയോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ ഒരിക്കലും അവനത് അംഗീകരിക്കില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ശരണിനെ വേദനിപ്പിക്കുക ഈ ജന്മത്തിൽ സണ്ണി തയ്യാറാവില്ല. ശരണിനുള്ള വെറൊരു ടൈം പാസ്സാണെന്ന് ഞാൻ കരുതിയത്. അത് പക്ഷെ അങ്ങനെയല്ല. ആ വളരെ തീവ്രമായിട്ട് എന്നെ പ്രണയിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിക്ക് സണ്ണി എന്നെ അംഗീകരിക്കുന്ന പോയിട്ട് എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാവില്ല. ശരൺ എന്നെ കാണുന്നതിനെ ഇഷ്ടപ്പെടുന്ന എത്രയും മുന്നേ തന്നെ ഞാൻ സണ്ണിയെ നെഞ്ചിലേറ്റ് ചെയ്താ പപ്പ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ശരണിനെ വേദനിപ്പിക്കില്ലായിരുന്നു. എനിക്കൊന്നും അറിയുന്നില്ല പപ്പ. ഇന്നലെ മുതൽ നെഞ്ചിലെന്തോ ഒരു പെടച്ചിൽ പോലെ. എന്താ നിന്നോട് ഞാനിപ്പോൾ പറയാം? നിന്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഞാൻ എതിരേക്കില്ല, അത് സത്യമാണ്. പക്ഷേ അവർക്കിടയിലുള്ള സൗഹൃദം നീ കാരണം തകരാൻ പാടില്ല. അത് തകർക്കും ഇതാവരുത് നീ ഒരു തീരുമാനം എടുക്കുന്നത്. നിന്റെ ആഗ്രഹം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അത്രേ എൻ്റെ മോളോട് എനിക്ക് പറയാനുള്ളൂ. പ്രണയത്തിനേക്കാൾ എത്രയോ വലുതാണ് മോളെ സൗഹൃദം. അതിൻ്റെ വിലയും മൂല്യവും ലോകത്ത് ഒരു പ്രണയത്തെയും നൽകാൻ കഴിയില്ല. അതൊക്കെ മോൾക്ക് നല്ലപോലെ അറിയാമെന്നാ പപ്പയുടെ വിശ്വാസം. ആകെ പോട്ടെ, ചന്തുവിൻ്റെ കാര്യം എന്തായി? നിന്റെ ഏട്ടനോട് അവൾ ഓക്കെ പറഞ്ഞു? ഇല്ല, പക്ഷെ വസുവാണ് ആള്. എത്ര മെനക്കിട്ടിട്ടായാലും അവനവള് വീഴ്ത്തും. ഒന്ന് വീണിട്ടിയാൽ മതിയായിരുന്നു അവള്. വസുവിനേക്കാൾ നല്ലൊരുവനെ അവൾക്ക് എനിക്ക് കിട്ടാനില്ല. നിനക്ക് അവനെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അവന് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ തന്നെ കാണണം. അല്ലാതെ നീ ഇത്ര പെട്ടെന്ന് ആരോടും ഇങ്ങനെ കൂട്ടാവില്ല. യെസ് പപ്പ, ഇവിടെ വന്നിട്ട് ഞാൻ വസുവിനെ മിസ് ചെയ്തിട്ടില്ല. ഡെയിലി വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചില്ലെങ്കിലും വസു ഇങ്ങോട്ട് വിളിക്കും. ഫോട്ടോ ഉണ്ട് കയ്യിൽ, ഞാൻ കാണിച്ചു തരാം. ഒന്നില്ലെങ്കിലും പപ്പയുടെ ഭാവി മരുമകനല്ലേ, എനിക്ക് കണ്ടില്ലെന്നും കാണിച്ചില്ലാന്നും വേണ്ട. ചിഞ്ചു ഫോൺ ഗാലറി ഓപ്പൺ ചെയ്ത് വസുവിന്റെ ഒരു ഫോട്ടോ എബ്രാഹിമിന് കാണിച്ചു കൊടുത്തു. ഇത് എബ്രാഹിമിന്റെ മുഖത്ത് ആശ്ചര്യം വിടുന്ന അവൾ കണ്ടു. ഒപ്പം സന്തോഷം നിറയുന്നു. എന്താ പപ്പ, വസുവിനെ അറിയോ? വസുവിന് പപ്പയെ അറിയാം കേട്ടോ. എന്നോട് ഇന്നലെ പറഞ്ഞു പരിചയമുണ്ടെന്ന്. പക്ഷെ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പപ്പയെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ തന്നെ ആവുന്ന കരുതിയത്. തെരേസ വയ്യാതെ കിടന്ന ആളുകളിൽ സണ്ണിക്കൊപ്പം അവൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിവനാ. യെസ്, വസുദേവ് നായർ. ഇപ്പോൾ ഓർക്കുന്നു ഞാൻ ആ പേര്. നീ പറഞ്ഞ ശരിയാ. ചന്തുവിന് ഇതിൽ നല്ലൊരു പയ്യനെ കിട്ടാനില്ല. ഷീ സോ ലക്കി. വസുവിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല പപ്പ. ഉള്ള മുഴുവൻ ചന്തുവിനെ ഓർത്തിട്ടാ. അവളെങ്ങാനും വസുവിനെ പ്രേമിക്കാൻ നിൽക്കുമെന്ന്. എങ്ങനെയാലും അവർ സെറ്റാക്കണം. പിന്നെ ഒരു കാര്യം, വസുവിന്റെ കസിനാണ് ശരൺ. വസുവും സണ്ണിയും ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. +2 വരെ ഒന്നിച്ച് പഠിച്ചു. ശേഷം ഒരാൾ എഞ്ചിനീയറിങ്ങും മറ്റേയാൾ മെഡിസിനും തിരഞ്ഞെടുത്തു. വസുവിൻ്റെ അച്ഛൻ നല്ല ഒന്നാമതൊരു അഡ്വക്കേറ്റാ. അമ്മ ഒരു പാവം വീട്ടമ്മ. ഒരനിയനുണ്ട്, വരും. എല്ലാം വസു തന്നെ പറഞ്ഞാൽ കേട്ടോ. പിന്നെ ശരൺ, അവൻ ജനിച്ചും വളർന്നൊക്കെ വിദേശത്താ. അവൻ്റെ ഫാമിലി അവിടെ സെറ്റിൽഡാ. എന്നാൽ ഈ നാടുമായിട്ട് ശരണിന് നല്ല ആത്മബന്ധമുണ്ട്. എല്ലാ അവധിക്കാലത്തും വരും. MBA കഴിഞ്ഞതാ. അച്ഛൻ ബിസിനസ് കാര്യങ്ങൾ ഇടപെടാൻ ആവശ്യപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് ചാടിയതാ. സണ്ണിയോട് വസുവിനുള്ളതിനേക്കാൾ ഏറെ അടുപ്പം ശരണിനുണ്ടെന്ന് തോന്നുന്നു ചില നേരത്ത്. വലിയ കോടീശ്വര പുത്രനാ. പക്ഷെ അതിന്റെ ചാടിയൊന്നും ശരണിനില്ല. എന്നാ മോളിനി ഒന്നും ചിന്തിക്കണ്ട. ശരണിനോട് ഓക്കെ പറഞ്ഞേക്ക്. നിനക്കും ചന്തുവിനും ഒരേ കുടുംബത്തിലേക്ക് തന്നെ കയറി ചെല്ലാലോ. നിനക്ക് അവളെ പിരിയുന്ന ഓർക്കാൻ കൂടി വയ്യല്ലോ. പപ്പ എന്തെന്നെ കളിയാക്കുന്നതാണോ? ഞാൻ എന്ത് സീരിയസ് ആയിട്ട് പറഞ്ഞാലും പപ്പക്ക് തമാശയാ. സണ്ണി എന്നെ കൊല്ലുകയാണെങ്കിൽ കൂടി സാരില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്രയും എന്നതിന് തുറന്നു പറയും. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ വയ്യ. ഭയങ്കര വീർപ്പുണ്ടല്ല പപ്പ. എൻ്റെ സമാധാനമൊക്കെ നഷ്ടപ്പെടുന്ന പോലെ. അതൊക്കെ നീ എന്ത് വേണേലും ആയിക്കോളൂ. എല്ലാം ഞാൻ നിനക്ക് വിട്ടെന്നിരിക്കുന്നു. പക്ഷെ പപ്പ പറഞ്ഞൊന്നും മറക്കരുത്. മാത്രമല്ല, സണ്ണി നിന്റെ പ്രണയം ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതോർത്ത് വേദനിച്ച് നടക്കാൻ പാടില്ല. അത് നീ പപ്പയ്ക്ക് വാക്ക് നൽകണം. എൻ്റെ മകൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ഒന്നിൻ്റെ പേരിൽ ഒരിക്കലും വിഷമിച്ചിരിക്കാൻ പാടില്ല. അത് ഈ പപ്പയ്ക്ക് സഹിക്കാൻ കഴിയില്ല. എബ്ര അവൾക്ക് നേരെ തന്റെ കൈത്തല നീട്ടിപ്പിടിച്ചു. അവൾ ഒരു നിമിഷം ആലോചിച്ചു. ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ എബ്രഹാമിന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ചു. എന്നാ വാ, അമ്മച്ചി കഴിക്കാൻ വിളിക്കുന്നുണ്ട്. പപ്പ കഴിച്ചോ? നീ കഴിക്കാതെയോ? എന്നാ എനിക്കൊന്ന് പപ്പ വാരി തന്നാ മതി. നിന്റെ വല്യമ്മച്ചി ചാച്ചന്മാരും ആന്റിമാരൊക്കെ അവിടെ ക്യൂവാ നിന്നെ ഊട്ടാനും ഓർക്കാനൊക്കെ. അതിലെവിടെയെങ്കിലും ഇത്തിരി ഗ്യാപ്പ് കിട്ടിയാൽ ഞാനും വാരിത്തരാം. എബ്രഹാം ചിരിയോടെ പറഞ്ഞു.
എനിക്ക് അമ്മയില്ലെങ്കിൽ എന്താല്ലേ പപ്പ? എന്നെ സ്നേഹിക്കാൻ എത്ര പേരാ? മോൾക്ക് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്നെ ആരും ആ കുറവ് അറിയിച്ചിട്ടില്ല. മാത്രമല്ല ഓർമ്മിക്കാൻ അധികമൊന്നും ഇല്ലല്ലോ പപ്പ. ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ പോയതല്ലേ. പപ്പയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ? പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അമ്മയെ ഓർക്കവെ തന്നെ ചിഞ്ചുവിൻ്റെ കണ്ണുകളിൽ മെഴുനീർ തിളങ്ങി. മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട്. കാരണം എനിക്ക് ഓർക്കാൻ ഒരുപാട് ഓർമ്മകൾ തന്നിട്ട് അവൾ പോയത്. അവിടെ പാർവതി, ഇവിടെ നിന്റെ വല്യമ്മച്ചി ആൻറ്റിമാരും മത്സരിച്ച് നിന്നെ സ്നേഹിച്ചപ്പോൾ നീ നിന്റെ അമ്മയുടെ കുറവ് അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ മറ്റൊരാൾക്കും അവളുടെ കുറവ് നികത്താനായിട്ടില്ല. ഈ ജന്മം മുഴുവൻ നൽകേണ്ട സ്നേഹ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ അവൾ എനിക്ക് തന്നിരുന്നു. പക്ഷേ എനിക്ക് മതിയായിട്ടില്ല. അവളുടെ സ്നേഹം അനുഭവിച്ചു മതിയായിരുന്നില്ല. അതിനു മുന്നേ പൊക്കളഞ്ഞു. പക്ഷെ പോകുന്നതിന് മുന്നേ അവളെനിക്ക് നിന്നെ തന്നു. അതുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിൽ വളരെ സന്തോഷവാനാ. എബ്രാഹിമിന്റെ കണ്ണുകൾ ഈറനായി തുടങ്ങിയതും ശബ്ദം ഇടറിയിരുന്നു. പപ്പ, ചിഞ്ചു വേദനയോടെ വിളിച്ചു. ആ നേരം തന്നെ എബ്രാഹിം അവളെ മാറോട് അണച്ചു പിടിച്ചു. പാറുമ്മ പറഞ്ഞിരുന്നു പപ്പയ്ക്ക് അമ്മയെന്നാ ജീവനായിരുന്നെന്ന്. എങ്ങനെയാ പപ്പ അമ്മയെ സ്നേഹിച്ച്? എവിടുന്നാ കണ്ടുമുട്ടിയത്? എപ്പോഴാ പ്രണയം തോന്നിയത്? പപ്പയുടെ അമ്മയുടെ ലവ് സ്റ്റോറി ഒന്ന് പറഞ്ഞ പപ്പ. എബ്രാഹിമിന്റെ മൂട് മാറ്റാൻ അവൾ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുണ്ടടി ഞാനത്. കൂടെ കേട്ടാ നീ വഷളായി പോകും. ഇപ്പൊ തന്നെ നീ എന്നെ പറയിപ്പിക്കുന്നുണ്ട്. നീ വാ, ഇനി താഴെ കണ്ടില്ലേ നിന്റെ വല്യമ്മച്ചി മുകളിലേക്ക് കയറി വരും. എബ്രാഹിം അവളെയും കൂടി താഴേക്ക് ഇറങ്ങി. മാ, രാവിലെ ഉറക്കമുണർന്നിട്ട് ചിഞ്ചു കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല. പഴയത് കോർത്ത് ഒരേ കിടപ്പാണ്. അരികിൽ ചൂട് പറ്റിയിറങ്ങുന്ന സ്ത്രീകുട്ടിയുടെ പെട്ടെന്നുള്ള കരച്ചിലാണ് അവളെ ഓർമ്മകളിൽ നിന്ന് മുക്തയാക്കിയത്. വേഗത്തിൽ തലയരിച്ച് നോക്കി. ആൾ ഉണർന്നിട്ടില്ല. ഉറക്കിലെന്തോ സ്വപ്നം കണ്ടുള്ള കരച്ചിലാണ്. മുഖം ചുളിഞ്ഞിരിക്കുന്നു. അവൾ അതിയായ വാത്സല്യത്തോടെ സ്ത്രീകുട്ടിയുടെ കവിളിൽ തഴുകി. കുനിഞ്ഞ് നെറ്റിയിൽ ഒരു മുത്തം വെച്ചു. ഉറക്കം മുറിഞ്ഞു പോവാതിരിക്കാൻ ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്തു. സ്ത്രീകുട്ടി ഒന്നുകൂടെ ചുരുണ്ട് കിടന്നു. അവൾ പതിയെണീറ്റ് ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു പാർവതി പതിവ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവളെ കണ്ടതൊന്ന് ചിരിച്ചു. ആ ചിരിക്ക് ജീവനില്ലായിരുന്നു. മുഖത്തെ തിളക്കവും പ്രസന്നതയും നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രായമാവാതെ തന്നെ പ്രായമായതുപോലെ. ഇതാ അപ്പാക്ക് കൊടുത്തിട്ട് വാ. ചിഞ്ചു തിലകരാമുള്ള ചായ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പാർവതി അവളുടെ നേരെ കപ്പ് നീട്ടിയിരുന്നു. അവളത് വാങ്ങിച്ച് ഉമ്മറത്തേക്ക് നടന്നു. മുമ്പ് ചന്തു ചെയ്തിരുന്നാണ്. ഇപ്പോൾ കുറെ നാളുകളെ അതൊക്കെ താനെ ഏറ്റെടുത്തിരിക്കുന്നു. തിലകപ്പ കണ്ണുകളടച്ച് ചാരുകാസിലെ ചാഞ്ഞിരിപ്പായിരുന്നു. അവളുടെ ഉള്ളിൽ കണ്ണു തുറന്നു. അവൾ നീട്ടിപ്പിടിച്ചിരുന്ന ചായ കയ്യിലേക്ക് വാങ്ങിച്ചു. ശ്രീമോളാണെന്നില്ലേ? ഇല്ല, ഉറക്ക. ആദ്യത്തെ പോലെ കരച്ചിലും ചിണുങ്ങലൊന്നുമില്ല. ഇപ്പൊ ഇവിടെ പരിചയമായില്ലേ? പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നിന്നു. അയാൾ കപ്പ് തിരികെ നൽകുന്നത് നോക്കി. ചായ അല്പാൽപമായി കുടിക്കുന്നതിനിടയിൽ അയാൾ 2-3 വട്ടം അവളെ നോക്കിയിരുന്നു. മുഖത്തെന്തോ അറിയാനുള്ള ഭാവം, പക്ഷെ ചോദിക്കാൻ മടി. അത് മനസ്സിലാക്കി അവൾ തന്നെ ചോദിച്ചു. എന്താ തിലകപ്പ, പപ്പ വിളിച്ചിരുന്നോന്നാണോ? അത് മോളെ, ചന്തുവിന് മാറ്റമല്ലോ. ചോദിക്കുമ്പോൾ വളരെ വിഷമം നിറഞ്ഞിരുന്ന അയാൾ. മാറ്റമൊന്നുമില്ലെന്നാണ് പപ്പ പറഞ്ഞ്. എങ്കിലും ഉറപ്പ് വന്നിട്ടുണ്ട് അവളെ പഴയപടി തിരിച്ചു തന്നോളാന്ന്. തിലകപ്പാവൾക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ടല്ലേ? അവൾക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞ്. സാരില്ല, നമുക്ക് നാളെ പോയി വരാം. അവരിന്ന് നാട്ടിലെത്തും. അവൾ മറുപടി കാത്തുന്നില്ല. പാതി കുടിച്ച് അയാൾ തിണ്ണയിലേക്ക് വെച്ച ചായക്കപ്പെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. മോളിതെങ്ങോട്ടാ? ശ്രീകുട്ടിയെ കുളിപ്പിച്ചൊരുക്കി ഒപ്പം അവളും വേഷം മാറി വരുന്നതുകൊണ്ട് പാർവതി ചോദിച്ചു. മോൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. 2-3 ഉടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴുകാനിട്ടേക്ക് വാ. ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ ശ്രീമോൾക്ക് ഒരു കുറവുണ്ടാവരുത്. തിലകപ്പ എവിടെ? ചോദിച്ചാൽ ഞാൻ ടൗൺ വരെ പോയെന്ന് പറഞ്ഞാൽ മതി. ശ്രീമോളെ, മുത്തശ്ശിക്ക് ടാറ്റ കൊടുത്തേ. ചിഞ്ചു പറഞ്ഞ പ്രകാരം അവൾ കുഞ്ഞിക്കൈ വീശി പാർവതിക്ക് കാണിച്ചു. അപ്പോഴാണ് ചൈതന്യ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന്. അവൾ ചിഞ്ചുവിനെയോ ശ്രീകുട്ടിയോ നോക്കിയില്ല. നേരെ ഹാളിലേക്ക് പോകാൻ തുടങ്ങി. ചൈതു, നീ വന്ന് ടൗണിലേക്ക്. ദീർഘകാലമായി അവൾ ചിഞ്ചുവിനോട് മിണ്ടാറില്ല. അഥവാ വല്ലപ്പോഴും മിണ്ടുകയാണെങ്കിൽ തന്നെ ആ വാക്കുകൾക്ക് ചിഞ്ചുവിന്റെ നെഞ്ചിനെ കുത്തിപ്പിളർത്താനുള്ള ശക്തി ഉണ്ടാവും. എന്നിട്ടും ചിഞ്ചു അവളോട് ചോദിച്ചു. അത് അവൾ ഒരിക്കലെങ്കിലും പഴയതുപോലെ സ്നേഹത്തോടെ തന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. പക്ഷെ ഇത്തവണയും ചിഞ്ചുവിന് നിരാശയായിരുന്നു പറ. ചൈതോടെ ചോദ്യം ഗവനിക്കാതെ ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. നിനക്കെന്താടി അവൾ ചോദിച്ചു കേട്ടില്ലേ? നിന്നെക്കാളും മുതിർന്നല്ലേ അവള്? നിന്റെ സഹോദരിയല്ലേ? ഇങ്ങനെയാണ് അവളോട് പെരുമാറേണ്ടത്? ചൈതുവിന്റെ പ്രവൃത്തിയിൽ പാർവതിക്ക് ദേഷ്യം വന്നിരുന്നു. അവരവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ആ നിമിഷം തന്നെ അവൾ സോഫയിൽ നിന്ന് വർദ്ധിച്ച കോപത്തോടെ എണീറ്റു. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഇവർക്ക് വേണ്ടി എന്നോട് സംസാരിക്കാൻ വരുന്നെന്ന്. സഹോദരിയാണ് പോലും സഹോദരി. ആ പദം പ്രയോഗിക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. സഹോദരി എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടന്നില്ല എന്റെ ചേച്ചിയെ. എന്നേക്കാൾ ഏറെയായിട്ട് ഇവരെ സ്നേഹിച്ചല്ലേ? എന്ത് തെറ്റായിരുന്നു എന്റെ ചേച്ചി ഇവരോട് ചെയ്ത്? എന്നിട്ട് കൊടുക്കാൻ ഭ്രാന്തിലേക്ക് തള്ളിവിട്ടില്ലേ? ഒന്നും ആഗ്രഹിച്ചില്ലായിരുന്നു എന്റെ ചേച്ചി. ഇവരൊക്കെ കൂടിയാ ആദ്യം ഇതൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ മനസ്സിൽ ആഗ്രഹം നിറച്ച്. എന്നിട്ട് അവസാനം ചേച്ചിയെ നേടാൻ ആഗ്രഹിച്ചപ്പോ ഇവർ തന്നെ അതിനെ തട്ടിത്തെറിപ്പിച്ചു. എനിക്ക് പേടിയാവര്. ഇനി എന്നോട് അതിനേക്കാൾ വലിയ ക്രൂരത ചെല്ലുന്ന ആര് കണ്ടു? പറ്റുമെങ്കിൽ എനിക്കൊരു ചേച്ചിയെ പഴയ പോലെ തിരിച്ചാ, അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി വരണ്ട എന്റെ അടുത്തേക്ക്. ചൈതുവിന്റെ കണ്ണുകളിൽ ഒരേ സമയം ദേഷ്യവും വേദനയും പ്രതിഫലിച്ചു. ആളുടനെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. അപ്പോഴേക്കും സ്ത്രീകുട്ടി ഭയന്നുറക്കെ കരയാൻ തുടങ്ങിയിരുന്നു. മോളെ, അവള് സങ്കടമുണ്ട. മോള് ഇതൊന്നും കാര്യാക്കണ്ട.
ഒരു വാക്ക് പോലും മിണ്ടാ നിശബ്ദമായി നിന്ന് തേങ്ങുന്ന ചിഞ്ചുവിനെ ആശ്വസിപ്പിക്കാൻ പാർവതി ഒരു ശ്രമം നടത്തി. ഇല്ല പാറുമ്മ, എനിക്ക് വിഷമമൊന്നുമില്ല. എല്ലാം ഞാൻ അറിയിക്കുന്നത്. ഒരുപക്ഷെ ചന്തുവിനെ സ്നേഹിച്ചതിനേക്കാൾ ഏറെയായിട്ട് അവളെന്നെ സ്നേഹിച്ചിരുന്നു. ഞാനായിരുന്നു അവൾക്ക് എന്നും സ്വന്തം ചേച്ചി. ഞാൻ വേണമായിരുന്നു എല്ലാത്തിനും. ആ സ്നേഹവും സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. അവളെന്നെ വിളിച്ചു കേട്ടോ, ഇവരെന്ന്. അത്രയ്ക്കും വെറുക്കപ്പെട്ടവളായി ഞാൻ ആ മനസ്സിൽ. ഇനി ചന്തുവിനെ പഴയ പോലെ തിരികെ കിട്ടിയാൽ ബാക്കിയൊന്നും പഴയ പോലെ ആവുമെന്ന് എനിക്കറിയില്ല. പപ്പ ഉറപ്പ് വന്നിട്ടുണ്ട്. അഥവാ ആ വാക്ക് പാലിക്കാൻ കഴിയാതെ പപ്പ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ ഈ ചഞ്ചല ജീവനോടുണ്ടാവില്ല. ഒരാളുടെയും കണ്ണിലെ കരടായിട്ട്. തോളിൽ കിടന്ന് കരയുന്ന സ്ത്രീകുട്ടിയെ തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിച്ചവൾ പുറത്തേക്ക് ഇറങ്ങി. പാർവതിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു മകൾ സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തിയായി കഴിയുന്നു. മറ്റവൾ കഴിഞ്ഞതൊക്കെ ഓർത്ത് സ്വയം ഉരുകിയൊലിച്ച് ജീവിതം തീർക്കുന്നു. രണ്ടും വേദനാജനകമാണ്. കണ്ടു നിൽക്കാനാവുന്നില്ല. പാർവതി പുറം കയ്യാലെ മിഴിനീർ തുടച്ചു മാറ്റി. വരുന്നില്ല നീ? തീരുമാനിച്ചിട്ടില്ല. എത്രയായ വസ്തു നീ തന്നെ പറയുന്നു. ഇവിടെ ആന്റി അങ്കിളൊക്കെ എപ്പോഴും നിന്നെ അന്വേഷിക്കുക. എന്താ ഞാൻ അവരോട് പറയേണ്ടത്? നീ ഇനി ഒരിക്കലും നാട്ടിലേക്ക് വരില്ലെന്നാണോ? എന്താടാ നീ ഇങ്ങനെ? എത്രയെന്ന് വെച്ചാൽ നീ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ ശരൺ, ഞാനും തീരുമാനിച്ചിട്ടില്ല. വരണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വരും. ശരൺ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വസു കോൾ ഡിസ്കണക്ട് ചെയ്തു. ഫോൺ ബെഡിലേക്കിട്ട് അവൻ കട്ടിലേക്ക് ചാരി. കണ്ണുകൾക്ക് കുറുകെ കൈകൾ പിണച്ചു വെച്ചു. മനസ്സെവിടേക്കൊക്കെയോ സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ അതിന് ഭംഗം വരുത്തിക്കൊണ്ട് അതീവ സ്നേഹത്തോടെയുള്ള ഒരു വിളി അവന്റെ കർണപടത്തെ തഴുകി. ദേവേട്ടാ. അവൻ മിഴികൾ തുറന്നു നോക്കി. അരികിൽ തന്റെ താലിക്കും സിന്ദൂരത്തിന് അവകാശിയായ പെൺരൂപം കണ്ണുകളിൽ ഒളിപ്പിച്ച പ്രണയത്തോടെയും ചുണ്ടിൽ നിറച്ച് പുഞ്ചിരിയോടെയും നിൽക്കുന്നു. അത് അവളായിരുന്നു, സാന്ദ്ര ഫെർണാണ്ടസ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.